ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു ബിഗ് ഷോപ്പറിലെ ഒരു കണ്ണന്റെ പ്രതിമയും കയ്യിൽ വെച്ചിട്ട് നാടും വീടും മരിച്ചിട്ട് എന്റെ അമ്മയാ. ആ വീടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെ അന്യായ ഒരു സ്ത്രീ പോലെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന കണ്ടപ്പോഴേ എന്റെ ചങ്ക് കത്തിപ്പോയിടും. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനി എല്ലാം നിന്റെ ഇഷ്ടം പോലെ. ഇത് കിട്ടിയ എന്നെ ഭാഗ്യം. എവിടെയെങ്കിലും നന്നായാ മതിയായിരുന്നു. മോളെ, ഞാൻ പറഞ്ഞതല്ലേ അമ്മ, എനിക്ക് കുറച്ച് ചമ്മന്തി മതിയെന്ന്. അത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും വാക്കി രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേന്ന് കരുതിയ തോരനും കൂടി വച്ചത്. എത്ര ദിവസം ഇങ്ങനെ അച്ചാറും ചമ്മന്തി മാത്രം കഴിക്കുന്നത്? ഈ അമ്മയുടെ ഒരു കാര്യം, ഇത് ഹോസ്പിറ്റലാ, നമ്മള് ടൂറിനല്ല വന്നിരിക്കുന്നത്. ഓ, അതൊക്കെ എനിക്കറിയാം. നീ അങ്ങോട്ട് കഴിച്ചേ. വിഷ്ണുട്ടൻ അവിടെ നിന്ന് പോന്നു പറഞ്ഞു. കഴിച്ചിട്ടായിരിക്കോ വരുന്നത്? അതോ പട്ടിണിയായിട്ട് ഇങ്ങോട്ട് കയറി വരുമോ? മോളെ, ഞാൻ എന്തായാലും കരുതിയാ കഞ്ഞി കൊണ്ടുവന്നത്. രണ്ടുപേർക്ക് കഴിക്കാനുള്ളത് ഇനിയും ബാക്കിയുണ്ട്. ഭക്ഷണം ഒന്നും ഇറങ്ങാൻ സാധ്യതയില്ലമ്മ. അവിടുത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. മോള് വേഗം കഴിച്ച് പാത്രം കഴുകി വെച്ചിട്ട് വേണം എനിക്ക് സത്യം വിളിക്കാൻ പോകാൻ. അമ്മ പോന്നെങ്കിൽ പൊയ്ക്കോ, ഇത് ഞാൻ കഴുകി വെച്ചോളാം. അത് വേണ്ട, വിഷ്ണു വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഓ, അല്ലെങ്കിൽ നിന്നെ ഒറ്റയ്ക്കാക്കി പോയിന്നും പറഞ്ഞ് അവൻ എന്നോട് പരിഭവം കാണിക്കും. ആ, ദേ വന്നല്ലോ. അല്ല, മോളെ വിളിക്കാൻ പോകാൻ വൈകിയോ? സമയാവുന്നേ ഉള്ളൂ. മോന് കുറച്ച് കഞ്ഞി എടുക്കട്ടെ? ഏയ്, ഇപ്പൊ വേണ്ട, ഞാൻ പിന്നീട് എടുത്ത് കഴിച്ചോളാം. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. അല്ല മോനെ, സത്യാമ്മയ്ക്ക് പുതിയ വാടക വീട്ടിലേക്ക് താമസം മാറിയോ? ആ, അത് എന്റെ ലോറി മുതലാളിയുടെ വീടാ. കാര്യം പറഞ്ഞപ്പോ താക്കോലെടുത്ത് തന്നു. പിന്നെ എത്ര നാൾ വേണേലും താമസിച്ചോളാൻ പറഞ്ഞു. പുതിയൊരു വീട് കിട്ടുന്നവരെ അവിടെ തന്നെ താമസിച്ചോളാൻ പറഞ്ഞു. നന്നായി. ഞാൻ കോരി തരാം. കഴിക്ക്. വിഷ്ണുട്ടൻ കഴിച്ചു? ഞാൻ കഴിച്ചു. എന്റെ ഒരു സമാധാനത്തിന് ഞാൻ കഴിച്ചതാ. കഴിക്കും. വീട്ടിലെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ? ഞാൻ മനഃപൂർവ്വം പറയാത്തതാ. ഇനി ആ സങ്കടം ഒരിക്കൽ കൂടി പറയാനോ കേൾക്കാനോ പറ്റുന്നൊരവസ്ഥയിലല്ലേ ഇപ്പൊ. ഞാൻ ഇവിടുന്ന് ചെന്ന് കയറുമ്പോ കണ്ട കാഴ്ച അതുപോലെയൊക്കെ തന്നെയായിരുന്നു. വീട്ടു സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തിട്ടിട്ട് ചന്ദ്രബോസിന്റെയും കൂട്ടരുടെ അഴിഞ്ഞാട്ടായിരുന്നു അവിടെ. അവനതൊരു ആഘോഷാക്കി മാറ്റുമായിരുന്നു. ഇത്രയും നാളൊരു രാജാവിനെയും രാജ്ഞിയും പോലെ ആ വീട്ടിൽ കഴിഞ്ഞിരുന്ന എന്റെ അച്ഛനും അമ്മയും ഒരു അഭയാർത്ഥികളെ പോലെ എന്ത് ചെയ്യണമെന്നറിയാതെ എവിടെ പോണെന്നറിയാതെ നിൽക്കുന്ന കാഴ്ച ഞാൻ എന്നെ കണ്ണോട് കണ്ടു. ഒരു
ഒരു ബിഗ് ഷോപ്പറിലെ ഒരു കണ്ണന്റെ പ്രതിമയും കയ്യിൽ വെച്ചിട്ട് നാടും വീടും മരിച്ചിരുന്ന എന്റെ അമ്മയാ. ആ വീടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെ അന്യായ ഒരു സ്ത്രീ പോലെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന കണ്ടപ്പോഴേ എന്റെ ചങ്ക് കത്തിപ്പോയടോ. ഈ ഭൂമിയൊക്കെ കീഴ്മ പറയുന്ന പോലെ എനിക്ക് തോന്നി. ഈ ജപ്തി ജപ്തി എന്ന് പറയുന്ന ഈ കലവരോടെ ഉണ്ടല്ലോ, അത് മറികടക്കാനാവാത്ത ചിലർ ആത്മഹത്യ ചെയ്യുന്നത് വെറുതെ ഒന്നല്ല, ചെയ്തു. അത്രയ്ക്ക് ഭീകരാത്. കുറെ വർഷങ്ങളായിട്ട് നമ്മൾ നേടിയതും സ്വരുക്കൂട്ടി വെച്ചതും എല്ലാം ഒരൊറ്റ ദിവസം കൊണ്ടില്ലാതാവും. തീർത്തും നമ്മൾ ഒറ്റപ്പെടും. ഇതെന്റേതാണെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞിരുന്ന നമ്മുടെ മുന്നിലേക്ക് മറ്റൊരുത്ത കയറി വരും. പിന്നെ അതല്ല അവന്റെയാ. സ്വപ്നം കണ്ടവന് വേർപ്പൊഴിക്കാനൊക്കെ പടിക്ക് പുറത്ത്. ഒരുപാട് സമയം വേണ്ടി വന്നു എനിക്ക്. ഒരുപാട് ആ ശൂന്യായ അവസ്ഥയെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. എനിക്ക് എന്താ പറയണ്ടെന്നറിയില്ല. എങ്കിലും സംഭവിച്ചതൊന്നും നമ്മളായിട്ട് വരുത്തി വെച്ചതല്ലോ എന്നോർത്ത് ആശ്വസിക്കുക ഇപ്പൊ വേണ്ടത്. പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടും ശാപവാക്കുകൾ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചു പോയി. നമ്മുടെ വിധി, അതിനെ തോൽപ്പിക്കാൻ നമ്മുടെ മഹാത്ഭുതങ്ങളൊന്നും ഇല്ലല്ലോ. സഹിക്കും, അതല്ലാതെ വേറെന്ത് പറയാനാ? വിഷ്ണുട്ടൻ കരയാണോ? കല്ലുപോലെ പിടിച്ചു കയറുന്നു. പക്ഷെ തന്റെ അടുത്തൊന്ന് സങ്കടം പുറത്തു വന്നപ്പോഴേ അറിയാതെ കണ്ണെറിഞ്ഞുപോയി. ഇപ്പോഴും കണ്ണെന്ന് മായുന്നില്ലടോ. വീടിന്റെ മുറ്റത്ത് ഭഗവാന്മാരുടെ പടകൾ, ബിഗ് ഷോപ്പറിലായി നിൽക്കുന്ന എന്റെ അമ്മയുടെ രൂപം, എന്റെ ചങ്ക് കത്തുന്ന കാഴ്ച, അതിപ്പോഴും എന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുക. അറിയോ, അത് ഓർത്തപ്പോ ദേന്ദ്രനും വിട്ടുപോയെന്ന് പറയുന്നത് ശരിയാ. എടോ, തനിക്കറിയാലോ, ആ വീട്ടുമുറ്റത്ത് നാട്ടുകൂട്ടം വിളിച്ചുകൂട്ടി അതിനു മുമ്പ് കസാര വലിച്ചിട്ട് കാലുമേ കാല് ഏറ്റുവെച്ച് നീതി നിയമവും നടപ്പാക്കിയിരുന്ന, പഞ്ചായത്ത് വിളിച്ചുകൂട്ടി വിധി പറഞ്ഞിരുന്ന സത്യമ്മ എന്ന് പറഞ്ഞ എന്റെ അമ്മയുടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ. അറിയോ, അത് മങ്ങാതെ മായാതെ നിൽക്കുമ്പോഴും ഒരു ബിഗ് ഷോപ്പറിലെ ഭഗവാന്മാരുടെ ചിത്രങ്ങൾ താങ്ങി ആ വീട്ടുമുറ്റത്ത് ഒരു അന്യായ പോലെ നിൽക്കുന്ന എന്റെ അമ്മയെ കണ്ടപ്പോഴേ എനിക്കുണ്ടായ വേദനയേക്കാൾ എത്രയോ 10 മടങ്ങ് വേദനയുണ്ടോ എന്റെ അമ്മയ്ക്ക്.